എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വിസ സർവീസിനെ പറ്റി പറയാനാണ്. ഞങ്ങളിവിടെ എല്ലാ വിസ സർവീസും ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് മെയിൻലി എടുത്തു പറയുന്നത് ഫാമിലി വിസയും പിന്നെ എംപ്ലോയ്മെൻറ്റ് വിസ ഈ സർവീസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ ഓണമൊക്കെ വരുവാണല്ലോ. അപ്പോൾ ഓണമൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങളുടെ വൈഫിനോ പിള്ളേരെയോ അല്ലെങ്കിൽ അപ്പനെയോ അമ്മേനെയൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ 2 വർഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻസ് വിസ എടുക്കാം. ഔട്ട് സൈഡ് വിസയും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻസൈഡ് ഇപ്പോൾ അവർ ടൂറിസ്റ്റ് വിസയിലുള്ളവരെ സ്റ്റേ സ്റ്റാറ്റസ് മാറ്റിയിട്ട് ഇൻസൈഡ് വിസ റെസിഡൻസ് വിസയും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിസ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് A to Z വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും. ഏതൊക്കെ പ്രോസസ്സിങ്ങാണ് വരുന്നത്, എങ്ങനെയാണ്, എത്ര ചാർജ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ്പ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഓഫീസിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്താലും മതി. ഡോക്യുമെൻറ്റ്സ് എല്ലാം അറ്റസ്റ്റ് ചെയ്തതും ഇപ്പോൾ വൈഫിനെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കിഡ്സിനെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ കിഡ്സിന് റെസിഡൻസ് വിസ എടുക്കാനാണെങ്കിലും അവർക്ക് അവരുടെ ഡോക്യുമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഫുൾ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ അറ്റസ്റ്റേഷൻ പ്ലസ് ഹിയർ മോഫ് അറ്റസ്റ്റേഷനും ചെയ്യണം. അങ്ങനെയൊക്കെ അറ്റസ്റ്റേഷനും എന്തൊക്കെ അറ്റസ്റ്റേഷനാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്കാൻ കോപ്പി അയച്ചു തന്നാലും മതി. ഓഫീസിൽ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. പിന്നെ ഓരോ സർവീസസ് ചെയ്യുമ്പോഴും വന്ന് ഓഫീസിൽ വരണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് കാണാം. പക്ഷേ ഞങ്ങൾ സർവീസസ് വാട്സപ്പിലോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഞങ്ങൾ ചെയ്ത് അയച്ചു തരുന്ന ഇമെയിൽ വഴിയിട്ടാണെങ്കിൽ പ്രൊഫഷണലി ഇമെയിലായിട്ടും അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്ത് അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഫാമിലി വിസാസ് പ്രോസസ്സ് അത് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ വിസ എടുക്കണമെന്നാണെങ്കിലും ഞങ്ങളെ സമീപിച്ചാൽ മതി. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മീൻസ് എൻട്രി പെർമിറ്റ് തൊട്ട് വിസ സ്റ്റാമ്പിങ് വരെയാണ് ഫസ്റ്റ് പ്രൊസീജിയർ ടു ലാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് ഫുള്ള് ഞങ്ങൾ ചെയ്തിരുന്നതായിരിക്കും. അങ്ങനെ ഫാമിലി വിസ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫാമിലി വിസ അല്ല എംപ്ലോയ്മെൻറ്റ് വിസ ആണ് വേണ്ടതെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ ചെയ്തു തരുന്നതാണ്. മീൻസ് ലേബർ കാർഡ് ഏത് കാറ്റഗറിയിലാണ് വരുന്നതും എല്ലാ കാര്യങ്ങളും A to Z എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്കിൽഡ് ആണെങ്കിൽ നമുക്ക് തൗജി സബ്മിഷൻ മതി. പക്ഷേ തൗജി ട്രെയിനിങ്ങിനൊന്നും പോകണ്ട. പക്ഷേ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഹൈ ലെവലുള്ള ഡോക്യുമെൻറ്റ് വേണം സ്കിൽഡ് ലേബേഴ്സിന്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ വരുമോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും എല്ലാ വിസ സർവീസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അതല്ല ടൂറിസ്റ്റ് വിസയാണ്. മീൻസ് ഓണമൊക്കെ വരികയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേരെയോ അല്ലെങ്കിൽ വൈഫിനെയോ ഓണം ഇവിടെ വന്ന് കൂടി ആഘോഷിക്കണം എന്നൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. ടൂറിസ്റ്റ് വിസ ഇപ്പോൾ നമുക്ക് ഫാമിലി വിസ എടുക്കാൻ പറ്റില്ലെങ്കിൽ 2 വർഷത്തേക്കോ ഒക്കെയാണ് ഫാമിലി വിസ. അതിൽ നിങ്ങൾക്ക് 2 മാസത്തേക്ക് മതിയെങ്കിൽ അങ്ങനെയും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വിസ സർവീസസ് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കേണ്ട കോൺടാക്ട് നമ്പർ 05079942388 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ പേര് റോഷ്നി. ഞാൻ ആമസോൺ അറ്റസ്റ്റേഷൻ ഡോക്യുമെൻറ്റ്സ് ക്ലിയറിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് സഹായത്തിനും ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഡോക്യുമെൻ്റ് അറ്റസ്റ്റേഷൻ ചെയ്യാനോ വിസ സർവീസസിനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ തന്നെ ഞാൻ ഏതൊക്കെ ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സർവീസ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം.